ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കൊരുമിച്ച് യേശു കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ നല്ലൊരു പ്രഭാതം കൂടെ സ്വർഗമൊരുക്കിയല്ലോ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൊണ്ട് അടയപ്പെട്ടു എന്ന് ചിന്തിച്ച ചില വഴികൾ, ആമേൻ, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും പലപ്പോഴും തുറക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും തുറക്കാൻ കഴിയാതെ നിന്ന ചില വഴികൾ തുറക്കപ്പെടുന്ന ഒരു പകൽക്കാലമാക്കി സ്വർഗം ഇന്ന് പകൽക്കാലം തീർക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ വചനധ്യാനം, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരേണ്ടതിന് പൂർണ്ണ പ്രാർത്ഥനയോടും പ്രത്യാശയോടും നമുക്കൊരുമിച്ചായിരിക്കാമല്ലോ. അല്പനിമിഷം ധ്യാനിപ്പാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗംഭീരമായ ഒരു ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഇവിടെ നമ്മൾ കേട്ടത്. ആമേൻ. ആരും പറയാൻ അറയ്ക്കുന്ന ചില പദങ്ങളാണ് ഇവിടെ സ്വർഗം നമ്മോട് പറഞ്ഞത്. നമ്മുടെ കൂടെ സഹകരിക്കുന്നവർ, നമ്മുടെ കൂടെ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവർ പോലും പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്. അവിടെ ഇങ്ങനെയാ പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന, കർത്താവിൻ്റെ പാത പിന്തുടരുന്ന ഓരോ ദൈവപൈതലിനോടും സ്വർഗം പറയുന്നു. പ്രവാചകന്മാരിൽ കൂടെ ഏറ്റവും വലിയ പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ. ശക്തനാണ്. കർത്താവ് തന്നിൽ കൂടെ പറയുന്ന കാര്യം ലോകം ഭയപ്പെടും. ആമേൻ. അത്ഭുത മന്ത്രി ജനിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പ്രവചിച്ച ഒരേ ഒരു പ്രവാചകനാണ് യെശയ്യാപ്രവാചകൻ. ആമേൻ, ആമേൻ. നിങ്ങൾ പലരും ആമേൻ പറയുന്നില്ല എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾ ആമേൻ പറഞ്ഞേ പറ്റൂ. സ്വർഗം ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങുക. അയ്യോ, എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചവിട്ടി തുറക്കണ്ട, അടിച്ച് പൊളിക്കണ്ട, ആശാരിയെ വിളിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പൗലോസും ശീലാസും നോയിക്കേ. ആമേൻ. അവരുടെ മുൻപിലുള്ള കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ ആമേൻ ലോക്ക് ചെയ്തു. ശക്തിയായുള്ള ലോക്കിട്ട് പൂട്ടി. എന്നാൽ അവർ തള്ളി തുറന്നില്ല. ആമേൻ. അവരതിനെ അടിച്ചു പൊട്ടിച്ചില്ല. അവർ മുഴങ്കാലിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ കൈകാലുകൾ ആമത്തിലിട്ട് അവരെ ആമേൻ പൂട്ടിയിടുമ്പോൾ അവരുടെ അധരങ്ങൾ ചലിച്ചു. കരങ്ങൾ പോലും ഉയർത്താൻ കഴിയാതെ കരങ്ങൾ ആമേൻ കാലുമായി ബന്ധിച്ച് ആമത്തിലിടുമ്പോൾ ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, നീ തള്ളി തുറക്കണ്ട പൗലൂസേ, ഞാൻ നിനക്ക് വേണ്ടി ആ വാതിൽ തുറക്കും. സ്തോത്രം. സഹായിക്കുന്ന ദൈവം. ആമേൻ. പലപ്പോഴും നമ്മെ സഹായിക്കാൻ പലരും ഇറങ്ങിത്തിരിക്കുമെങ്കിലും പകുതി വഴി ഇട്ടേച്ചു പോകും, സ്വന്തം മക്കൾ വരെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കൂടെ നാളെയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് എത്രയോ മാതാപിതാക്കൾ തലമുറയെ താലോലിച്ച് അവരുടെ ഇഷ്ടത്തിന് അമ്മയുടെ ഇഷ്ടം പലതും മാറ്റിവെച്ച്, അമ്മയുടെ സന്തോഷം പലതും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിതങ്ങളെ മാറ്റിവെക്കുന്നു. അപ്പൻ്റെ സന്തോഷം മാറ്റിവെക്കുന്നു, അപ്പൻ്റെ
ആമേൻ സ്തോത്രം, സാഹചര്യങ്ങളെല്ലാം മാറ്റിവച്ചിട്ട് മക്കൾക്ക് വേണ്ടി ആമേൻ ഇറങ്ങിത്തിരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കന്മാർ അവസാനം ആമേൻ തലമുറകൾ, പെൺതലമുറകൾ കുടുംബമാകുമ്പോൾ, ആൺതലമുറകൾ കുടുംബമാകുമ്പോൾ പിന്നെ അപ്പനും അമ്മയും അവരെ വെറുക്കുന്നു. സ്തോത്രം. എന്നാൽ ഈ പ്രഭാതത്തിൽ സ്വർഗം ആരുടെയൊക്കെയോ പറയുന്നു, പിതാവേ മാതാവേ നിന്നെ സഹായിക്കാൻ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പ്രഭാതമാണ്. ആമേൻ. പലരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. യാക്കോബിനോട് പറയുക, നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ വിളിച്ചിറക്കിയ ഞാനാ. ആമേൻ. എന്തിനാ നീ പേടിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നീ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവം തന്നെ. ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ശക്തീകരിക്കാൻ പോകുന്നു. നിന്നെന്ത് ചെയ്യാൻ പോകുന്നു? ബലപ്പെടുത്താൻ പോകുന്നു. സ്തോത്രം. ദൈവപൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു കാവ് ആമേൻ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആമേൻ. ഈ ദിവസങ്ങളിൽ, ഈ 8ാമത്തെ മാസം നമ്മൾ കയറുമ്പോൾ, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. കാരണം നീയും ദൈവമായിട്ടുള്ളൊരു ബന്ധം, നീയും ദൈവമായിട്ടുള്ള ഒരു അകവഴിഞ്ഞ ആമേൻ ആ പ്രാർത്ഥനാ കൂട്ടായ്മ, നീയും ദൈവമായിട്ടുള്ള ആമേൻ സ്തോത്രം ആ ഒരു ആമേൻ ആ ദൃഢമായ ഒരു ആമേൻ ചിന്ത അല്ലെങ്കിൽ ആ വിശ്വാസം ഇന്ന് പകൽക്കാലത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആമേൻ നന്മയായി വെളിപ്പെടാൻ പോവുക. കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകലിൽ നിൻ്റെ മുൻപിൽ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സഹായിക്കാൻ, നിന്നെ മാനിക്കാൻ നിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടുത്ത് വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. 41:10 അടുത്തിങ്ങനെയാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ അന്തം വിട്ട് നോക്കാറുണ്ടല്ലേ? പക്ഷെ അവിടെ വചനം പറയുന്നു, ഇല്ല, നീ ഭ്രമിക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയാൻ ഈ ഉലകത്തിൽ ഒരാളുണ്ടെങ്കിൽ, ആമേൻ, നിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും. പക്ഷെ ഒരു കഷ്ടത വരുമ്പോൾ, ഒരു രോഗ അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെല്ലാം അങ്ങ് മാറും. അതാണ് മനുഷ്യൻ്റെ വാക്കുകൾ. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കുണ്ടല്ലോ, അത് നിന്നെയും എന്നെയും ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണ്. ജീവിക്കാനായി, മുൻപിലോട്ട് ജീവിക്കാൻ, ആമേൻ, നമ്മെ ജീവിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കുകൾ. മനുഷ്യൻ്റെ വാക്ക് കേട്ടാൽ ഇന്ന് മരിച്ചെങ്കിൽ കൊള്ളാം, എന്തിനാ ജീവിക്കുന്നത്? ആമേൻ. നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം നമ്മെ മാറ്റി നിർത്തി നമ്മെ പരിഹസിക്കുമ്പോൾ, ഇന്ന് പകലിൽ ഒരു കാര്യം ഉറപ്പു തരാം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ദൈവകുഞ്ഞെ, ഈ പകലിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ശമനപരഗതുനി വൈഡകരഗതനാകര, നിന്നെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നൊരു ദൈവമുണ്ട്. ശമനപരഗതുനി വൈഡക്കടകപരം ധനാകര പ്രൗഢപരം ധുനി. ആമേൻ. നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഉടവൽക്കമന അതുരാരകൽക്കനാദി. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ സ്വർഗം ജീവിതം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം സംസാരിക്കുന്നു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത വാക്ക് നോക്കൂ. മനുഷ്യൻ നിങ്ങളെ തകർക്കാൻ നിൽക്കുമ്പോൾ അടുത്ത വാക്ക് നോക്കൂ, ഞാൻ നിന്നെ ശക്തീകരിക്കും. കണ്ടോ, കർത്താവ് പറയും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും, വേറെ ആരെയുമല്ല, നിന്നെ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ ബലപ്പെടുത്തും, ഉറപ്പായിട്ടും. ആമേൻ. നിന്നെ നിർത്തും. നീ തളർന്നു പോയെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് നിന്നെ നിർത്തും. നിന്നെ ആരാണോ തളർത്തിക്കളഞ്ഞത് അവരുടെ മുമ്പിൽ നീ തളർന്നു പോകാതെ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകലിൽ നീ തളർന്നു പോകേണ്ടവളല്ല, നീ തകർന്നു പോകേണ്ടവനല്ല. നിന്നെ നിർത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ഒരു പുത്തൻ എനർജിയോടെ നിർത്തുന്ന, ഓ ഞാൻ നിന്നെ സഹായിക്കും. ഓ ബ്യൂട്ടിഫുൾ. നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. ദൈവവൈതലേ, ഇന്ന് പകലിൽ നിന്നെ സഹായിക്കുന്ന, നീ ചേർത്ത് പിടിച്ച പലരും നിന്നെ ഒറ്റപ്പെടുത്തി കാണും ഈ പ്രഭാതത്തിൽ. പക്ഷേ ഈ 8-ാമത്തെ മാസം 7-ാം ദിവസം പരിശുദ്ധാത്മ പറയും, ഞാൻ നിന്നെ സഹായിക്കാം. എത്രയോ മനുഷ്യർ നിന്നോട് പറഞ്ഞ് സഹായിക്കാമെന്ന്, എല്ലാവരും കൈ മലർത്തി കാണിച്ചില്ലേ, എല്ലാവരും മാറ്റി നിർത്തിയില്ലേ? പക്ഷേ ഞാൻ നിന്നെ സഹായിക്കും. യെസ്, ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഒരു സഹായം ആമേൻ അഭ്യർത്ഥിക്കുന്ന ഒരു സഹായമല്ല, നിങ്ങളെ ഉറപ്പു തരുന്നൊരു സഹായം. ഇത് മന്ത്രിമാർ തരുന്ന സഹായമല്ല, ദൈവം തരുന്ന സഹായം. അതൊരിക്കലും നിന്നു പോകത്തില്ല കേട്ടോ, ഒരിക്കലും നിന്നു പോകത്തില്ല. ആമേൻ. എന്നെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും ലജ്ജിപ്പിക്കാൻ, തലകുനിക്കുവാൻ ദൈവം ഇടയാക്കത്തില്ല. ദൈവപൈതലേ, കർത്താവിലേക്ക് ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യെസ്, നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. യെസ്, നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാലും, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാലും, നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, ചില ബസ് സ്റ്റാൻഡിലായിരിക്കാം, ചില ബസ്സിനകത്തായിരിക്കാം, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനായിരിക്കാം, ചിലപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ നിങ്ങൾ അല്പം മിനിറ്റ് നിങ്ങൾ റൂമിലിരിക്കുകയായിരിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് സ്ഥലത്ത്, നിങ്ങൾ വയലിലായിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുക. ഞാൻ നിന്നെ ശക്തീകരിക്കും. യെസ്, ഞാൻ നിന്നെ സഹായിക്കും. ടബൽക്കമന തുരകരാജകൽക്കനാദി. പരിശുദ്ധനെ, അപ്പാ ഈ ജനത്തെ ഞങ്ങളുടെ പുണ്യരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ്, അവർ ഇന്ന് പകൽക്കാലം പോകുന്ന, അവർ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ സ്വർഗത്തിന് അറിയാമല്ലോ. കർത്താവ് അവർക്ക് മറുപടി കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണം. ഞെരുക്കങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ആത്മഹത്യകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് ജനത്തെ മാനിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ കുടുംബങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ചാനലിൽ കൂടെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും മാനിക്കപ്പെടട്ടെ. ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിടുതലിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനസ്സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു വീടിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു വാഹനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപരിപഠനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. മുഴുവൻ ജനത്തെയും എൻ്റെ സ്വർഗ്ഗത്തിലെ കർത്താവിൻ്റെ പൊന്നുകരത്തിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യം മധ്യ അത്ഭുതം ചെയ്യണം, കൃപയിൽ മറയ്ക്കണം. അടിയിൽ താഴ്ത്തുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.